ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മൈ സ്റ്റോറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ ചിക്കൻ കറിയുടെ വീഡിയോ ആണ്. ഇത് നമ്മൾ നൈറ്റ് ഒന്ന് തട്ടിക്കൂട്ടിയെടുത്ത ചിക്കൻ കറിയാണേ. അതുകൊണ്ട് തന്നെ സവാള ആണെങ്കിലും പച്ചമുളകാണെങ്കിലും നമ്മൾ സ്പീഡിൽ അങ്ങനെ കട്ട് ചെയ്ത് ഇടുകയാണേ. ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 4 പച്ചമുളകും അതേപോലെ 4 സവോളയാണ്. സവോള ചെറുതായതുകൊണ്ട് തന്നെ 4 എടുത്തിട്ടുള്ളത്. മീഡിയം സൈസാണെങ്കിൽ ഒരു 3 മതിയാവും. ഇവിടെ നമ്മൾ തക്കാളി കട്ട് ചെയ്യുന്നില്ല, പകരം തക്കാളി നമ്മൾ മിക്സിയിലൊന്നടിച്ച് ഒരു ജ്യൂസായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് ആദ്യം സവോളയും പച്ചമുളകും അതുപോലെ കുറച്ച് സ്പൈസസും, അതായത് കരാമ്പട്ട അതുപോലെ തന്നെ ഗ്രാമ്പൂ, അതൊക്കെ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് സവോളയും പച്ചമുളകും ഇട്ടിട്ട് വഴറ്റുന്നത്. നന്നായി ഒന്ന് വഴണ്ടി വരുന്നവർക്കും നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ നോർമലി സവാള വഴറ്റുമ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കും. അങ്ങനെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടും. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ അടച്ച് വെച്ചുകൊണ്ടാണ് കൂടുതൽ വേഗമായത്. നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ അടച്ച് വെച്ചിട്ടും പിന്നീട് തുറന്നിട്ടും അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നന്നായി വഴണ്ടും. ഇനി നമ്മളിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മളൊരു 3 സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അത്യാവശ്യം കട്ടി ഉണ്ടാവണമെങ്കിൽ ഒരു 3 സ്പൂൺ ചേർക്കണം. പിന്നീട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അത് രണ്ടും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ചിക്കൻ മസാലയും കൂടിയും വിതറിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോവിലിടണേ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ഇളക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വഴന്നതിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളി, ഒരു 1.5 തക്കാളിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. 1.5 തക്കാളി മിക്സിയിലടിച്ച് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ മസാലകളൊക്കെ എത്ര കൊണ്ട് മൂത്ത് വരുന്നോ അത്രയാണ് നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റും കളറും ഒക്കെ കൂടി വരിക. തക്കാളി നന്നായിട്ട് വേവണം. അതുവരെക്കും നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നന്നായി മൂത്ത് വരുന്നവർക്കും വെള്ളമൊന്നും ചേർക്കരുത്. എന്നാലാണ് നമ്മൾ ചിക്കൻ കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് കൂടുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയും ഉണ്ടാവും, നല്ലൊരു നിറവും രുചിയും എല്ലാം ഉണ്ടാവും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കണം. ഏകദേശം ഒരു 1/2 സ്പൂണോളം ഗരം മസാല ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട്, പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ കഴുകി വെച്ചിരിക്കുന്നതാണ്. അത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ, ഏകദേശം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിരിക്കണം. കാരണം ഈ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും നമ്മുടെ കറിയിലേക്ക്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കഴുകി എടുത്തിടുകയാണെങ്കിൽ ആ വെള്ളം കൂടി ഇതിൽ ആഡാകുമ്പോൾ ടേസ്റ്റ് കുറയും. നമ്മൾ ചിക്കനിൽ കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പിടുകയാണേ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ആ ചിക്കനിലേക്കെല്ലാം ഈ മസാല നന്നായി പിടിക്കുന്നവർക്കും നന്നായിട്ട് യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം മസാല ഏകദേശം ഒന്ന് പിടിച്ച പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം.
ഇത് വേവാനായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം നമ്മളിവിടെ ചേർക്കുന്നുള്ളൂ. അധികം വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കാരണം ചിക്കനിൽ നിന്ന് വേവുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങും. അതേപോലെ തന്നെ അതിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് വെള്ളമാവും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേന് നന്നായി തിള വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല കട്ടിയിൽ കുറുകിയോടെ ചാറോട് കൂടിയിട്ട് നമുക്ക് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല കൂടി വെതറി കൊടുത്തിട്ടുണ്ട്. കാരണം വേപ്പിൻ്റെ ഇലയുടെ ഒരു ഫ്ലേവർ നല്ലൊരു രുചിയുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ചിക്കൻ കറി റെസിപ്പിയാണ് നമ്മളിന്ന് കാണിച്ചത്. താങ്ക് യു.